ഞാനിവിടുന്ന് ഓട്ടോയാട്ടിങ് വരുമായിരുന്നു. സ്റ്റാൻഡിൽ കൊണ്ടിട്ടിട്ട് വരുമ്പം അവിടുന്ന് ഒരാളിങ്ങ് വരുന്നത്. അപ്പം അതിലേക്ക് വരുമ്പോൾ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഫോട്ടോ കാണിച്ചത് വേറെ ആണെങ്കിലും എനിക്ക് പുള്ളിനെ കണ്ടപ്പോഴും ഷേപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. ഒന്ന് വിളിച്ചത് കഴിഞ്ഞപ്പോൾ പുള്ളി തിരിഞ്ഞു വിട്ട് ഓടിയിട്ട് ഈ മതിലുണ്ടല്ലോ ഇവിടേക്ക് വന്നിട്ട് ഇത് ഈ മതിലെടുത്ത് രാവിലെ അന്നേരം തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. കണ്ടെന്ന് പറഞ്ഞപ്പോഴേ പിടിച്ചതും പറഞ്ഞ ന്യൂസ് കൊടുത്തവിടെ. ഈ കണക്റ്റിന് ഇതിലുമ്പോഴേ വരാൻ പോണേ. ഇവിടുന്ന് ലൈവ് എടുക്കുക. ഈ കോപ്പന്റെ ഒക്കെ ചാനലിലെ വാർത്ത കണ്ടെന്ന് നമ്മളെ പറഞ്ഞാൽ കോപ്പ് ഇതൊരൊറ്റ ചാനലിലും വാർത്ത കണ്ടുപോലെ പറഞ്ഞ ഒരു പിടിച്ചില്ല. എന്ത് സുരക്ഷ പാളിച്ച? ഒരു സുരക്ഷ പാളിച്ച സംഭവിച്ചിട്ടില്ല. അത് സംഭവിച്ചിരുന്നെങ്കിൽ സുരക്ഷ ഒരു പാളിച്ച പോലും ഇല്ലാതെയല്ലേ ഗോവിന്ദചാമി ജയിലിൽ ചാടിയത് ഒറ്റക്കൈനായിട്ട് പോലും. അപ്പം അവിടെ സുരക്ഷ പാളിച്ച വന്നു? ഒരു പാളിച്ചയില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് ഗോവിന്ദചാമി നമ്മുടെ സ്കൂളിലൊന്നും പഠിക്കുന്നില്ലല്ലോ. ഞാൻ ജയിലിൽ ചാടിയതേ അവിടുത്തെ പാളിച്ചകൾ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാ. ഇത്ര സുരക്ഷിതമായ ജയിലാന്ന് പറഞ്ഞില്ലേ കണ്ണൂര്. അവിടെ ഈ പാളിച്ചകളെല്ലാം ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ചാടിയത്. അങ്ങനെ വിയൂരിലേക്ക് വന്നു. വിയൂരിലെ പാളിച്ചെന്നുള്ളത് 2-3 മാസത്തിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം.